ഇതുപോലെ ഒരു വലിയൊരു പാർക്കിന്റെ അപ്പുറത്തുള്ള ചെറിയൊരു കുഞ്ഞു പാർക്ക്. ആ പാർക്കിന്റെ ഉള്ളില് നമ്മുടെ ഇവിടെ കിട്ടാത്തൊന്നുമില്ല. ബദാം ഉണ്ട്, പിസ്ത ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, എല്ലാവരുടെ പഴങ്ങളും ഉണ്ട്. അപ്പൊ ചായ കട്ട് പറിക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ കൂടെ വെറുതെ കൂടിയെന്നുള്ളൂ. ഇതാണ് ഗൈസ് റോസ്മേരി. റോസ്മേരി എന്ന് അറിയാൻ പാടില്ലാണ്ട് ഈ ചായനെ കൊണ്ട് നാട്ടിൽ നിന്ന് റോസ്മേരി വരുത്തിച്ചു. ഇവിടെ കാടിലും പള്ളയിലൊക്കെ വരുന്ന ഒരു ചെടിയാണ് റോസ്മേരി ചെടി. അവിടെ നാരങ്ങ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഉദ്യാനമാണ്. ഇതിൽ മൊത്തം നല്ല അടിപൊളി പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബദാമാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബദാം കായ് കിട്ടും. ഇത് ബദാമിന്റെ കായാണ്. ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് ഇത്രം വരെ ആക്കി. നല്ല കട്ടിയുണ്ട്. നമ്മൾ വന്നപ്പോ കത്രിക എടുക്കാനും മറന്നു. ബദാം, കുഞ്ഞു ബദാം. ഇതിന്റെ ഞാൻ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയട്ടോ. ഈ ഷർട്ടും ഈ ചാനൽ എടുക്കാം. അങ്ങനെയുണ്ട്. ബദാമിന്റെ ടേസ്റ്റ് ഒക്കെ തന്നെ ഉണ്ടോ? ഇത് മൾബറി പഴമാണ്. ഇവിടെ ഒരുപാട് പേരിങ്ങനെ റെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കും. അതൊരു വിഷക്കായാന്ന് തോന്നുന്നു. ഇത് അത്തിപ്പഴമാണ്. അത്തിപ്പഴം മൂത്തിട്ടില്ല കേട്ടോ. മാതളം, പിന്നെ നാരദം, നാരകം അല്ല നാരദം. ഇതെന്നറിയാൻ വേണ്ടത് ഞാൻ പറഞ്ഞത് അറിയണ. പിന്നെ ആപ്പിള് കാണിച്ചു തരാം ഗൈസ്. ഇച്ചൻ ആപ്പിള് പറിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് പറഞ്ഞ? എനിക്ക് എടുത്തു തരോ? ഓ, മീൻകറിയിലൊക്കെ ഇടാൻ പറ്റിയ മുന്തിരി. ഗൈസ്, ഇത്രയും മുന്തിരി ഇച്ചനെ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ഇച്ചനെ ആപ്പിൾ പറിക്കാൻ പോയിക്കോവാണ്. ഇത് അടിപൊളി പേരാ. കാരണം ഈ പേരയുടെ കുറെ സ്പീഷീസ് ഉണ്ടല്ലോ. അതിൽ നമുക്ക് കിട്ടിയേക്കുന്നത് പച്ചയാണ്. മഞ്ഞയുണ്ട്. മഞ്ഞ ഇത്ര രുചിയില്ല, പക്ഷെ പച്ച സൂപ്പറാ. ഇത് ഒന്നെങ്കിലും ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇത് പച്ചയല്ലേ, പക്ഷെ കുറച്ച് മധുരമല്ലേ. ഇതൊന്ന് പഴുപ്പിക്കാൻ വെച്ച് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തേൻ പോലത്തെ മധുരമായിരിക്കും. അവിടെ പോറ്റാ. അഭ്യാസികളായ താറാങ്കൂട്ടങ്ങൾ. സർക്കസ്.